നമ്മുടെ കഴുത്തിൽ തലയുള്ളിടത്തോളം കാലം നമുക്കിനി മുന്നോട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസമെങ്കിലും ദൈവത്തോടു കൂടി അല്ലാതെ ജീവിച്ചാൽ ദാറ്റ് ഡേയ്സ് ഗോൺ. ഞാനായിട്ടൊന്നും സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം സൃഷ്ടിച്ചത് അമ്മയാണ്. മദർ എന്ന് പറഞ്ഞ സഭയിൽ മദറുമായിട്ട് ലിങ്ക് ചെയ്യാതെ ഒരു ബിഷപ്പിനും ഒരു പോപ്പിനും ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടത്തിൽ സഭയെ നയിക്കാൻ പറ്റത്തില്ല. വേദനയുടെയും നിരാശയുടെ നടുവിൽ പ്രത്യാശയുടെ വിളക്കായി മാറിയ ഒരാത്മീയ ദൗത്യം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകായിരങ്ങൾ ആശ്വാസത്തിനായി എത്തിച്ചേരുന്ന കേന്ദ്രം. അനേകം മക്കൾക്ക് സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുന്ന ഒരാത്മീയ നേതൃത്വം. ഫാദർ ഡോക്ടർ BP ജോസഫ്, കൃപാസനം ഡയറക്ടർ, അദ്ദേഹത്തെയാണ് നമ്മളിന്ന് ഈ അഭിമുഖത്തിൽ കേൾക്കാൻ പോകുന്നത്. അച്ഛാ, സ്വാഗതം. ഞാൻ 1990 സെമിനാരിൽ ചേർന്നത്. ഏതാണ്ട് ആ വർഷം മുതലാണ് അച്ഛനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ ഇടവന്നത്. അതായത് 1991 കടലോര കൃപാവര യജ്ഞത്തെക്കുറിച്ച്. എനിക്കൊന്ന് ചെത്തിയിലാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ആർക്കെങ്കിലും ചെത്തിയിലൊക്കെ ആയിട്ട് പ്രധാനപ്പെട്ട. അവിടെ മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 2025 വന്ന് നിൽക്കുമ്പോൾ ആ കടലോര കൃപാവര യജ്ഞം തീരദേശത്ത് തുടങ്ങിയ ആ സുവിശേഷം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ സാധിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അച്ഛനെ ഒരു ശൗര്യാലു പുണ്യാളാണ്, സെയിൻറ്റ് ഫ്രാൻസിസ് സേവറായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം തീരദേശത്ത് വചനം പങ്കുവയ്ക്കുവാനായിട്ട് കടന്നു വന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവർ. ആ ഒരു ചൈതന്യത്തിലാണ് തീരദേശത്ത് അനേകം മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട്, വചനം അറിയാതിരുന്ന ഒരുപാട് മനുഷ്യർ, തെറ്റിലേക്കും തിന്മയിലേക്കും പോയിരുന്ന ഒരുപാട് പേര് ദൈവത്തിലേക്ക് അടുപ്പിച്ച ഒരു ശുശ്രൂഷയുടെ ദൗത്യം ആരംഭിക്കുന്നത് അവിടെ നിന്നാണോ അതോ അതിനു മുമ്പും ഈ അച്ഛന് ഈ ശുശ്രൂഷ ഉണ്ടായിരുന്നു? ആദ്യ കാലത്ത് ഉദാഹരണമായിട്ട് അച്ഛൻ കൊച്ചച്ഛനായിരുന്ന സമയത്ത് ഇത്തരം ശുശ്രൂഷകളെ അച്ഛൻ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവിടെ മിൽട്ടനച്ച ഈ ശുശ്രൂഷ സെമിനാരി പഠിക്കണ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ഞാൻ ചില ഇൻ്റർവ്യൂവിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് 84 പുറത്ത് സെമിനാരിക്ക് പുറത്ത് ധ്യാനിപ്പിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ധ്യാനിപ്പിച്ചത് തൃശ്ശൂർ, കണ്ടാണശ്ശേരി, വാഗ, മറ്റം ഇടവകതയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ അച്ഛനായി കഴിഞ്ഞപ്പോഴും ഈ ആൾക്കാരൊക്കെ വന്ന് ഓരോ വിഷയങ്ങളൊക്കെ പറയും. നമ്മുടെ ഇടവക അച്ഛന്മാരിരിക്കുമ്പോൾ അച്ഛന്മാരോട് വന്ന് പറയാമല്ലോ എല്ലാവരും. അപ്പോൾ ഞാൻ അവരെ മണിക്കൂറോളം ഇരുത്തിക്കൊണ്ട് അവരുടെ വിഷയങ്ങൾ എങ്ങനെയാണ് വിശ്വാസ വിഷയമായിട്ട് കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറയും. ഞാൻ ബോധപൂർവം പറയണമല്ല, അവർ പറയുമ്പോൾ ശരിയായ ഉത്തരം ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരു 86, 87 എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഒരു വിളി കൂടിയുണ്ട്, വിളിക്കുള്ള ഉള്ളിലുള്ള 85 ചെറിയൊരു ബോധ്യം കിട്ടി. പിന്നെ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. 89 ഒരു പ്രത്യേക ഇൻസിഡൻറ്റോട് കൂടിയാണ് ഞാൻ അതൊക്കെ എല്ലാ ഇൻ്റർവ്യൂവും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിന് ശേഷം പിന്നെ 90 എന്തായിരുന്നു ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ടായി. അപ്പോഴും എനിക്ക് 1 മാസം 1.5 മാസം ഞാൻ ജപമാല മാത്രം ചൊല്ലിക്കൊണ്ട് ഇരുട്ട് മുറിയിലിരുന്നു ആ വിഷയം ഫേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു പരിശുദ്ധ അമ്മയുടെ രൂപം ഒരു വീട്ടിൽ നിന്ന് എൻ്റെ മുറി കൊണ്ടുവന്നു. അത് ഞാനവിടെ ലതിഞ്ഞ് നടത്താൻ പോയപ്പോഴാണ് തീരദേശ വീട്ടിൽ. അപ്പോൾ അവിടെ 2 മാതാവിനെ കണ്ടപ്പോഴാണ് ഞാനൊരു മാതാവിനോട് ചോദിക്കണേ ചെയ്ത്. എൻ്റെ മുറി ഒന്നും മാതാവിൻ്റെ പ്രതിഷ്ഠ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അമ്മ വന്നതിന് ശേഷം ഞാൻ ഈ ദൈവം വെച്ച് എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയുടെ സമയങ്ങൾ വർദ്ധിച്ച്
ഈ പ്രാർത്ഥന സമയങ്ങൾ വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും നമ്മളിൽ. അതാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ പ്രാർത്ഥനയുടെ സമയം കൂട്ടുന്നതനുസരിച്ച് കൊണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ സ്പെയർ ചെയ്യണമല്ലോ ടൈം. അപ്പോൾ ദൈവത്തിന് കൂടുതൽ കാര്യങ്ങളെ നമ്മളുമായിട്ടും നമ്മളൊരു മിഷണറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ വിഷയം ഉണ്ടായത് ഞാൻ ഏത് മേഖലയിലാണ് ഇപ്പം അച്ഛൻ തീരദേശം പറഞ്ഞില്ലേ, തീരദേശം 2000 വർഷത്തോടുകൂടി ആ പ്രോജക്റ്റ് തീർന്നായിരുന്നു. പിന്നീട് ഇപ്പോൾ ലോകം മുഴുവനും സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു ചെറിയൊരു ഉപകരണമായിട്ട് കർത്താവിന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ് സേവറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അച്ഛനെ എടുത്ത് നിരീക്ഷണം കടലോരത്ത് ഞാൻ നടത്തിയ ധ്യാനങ്ങളില്ലേ, അതായത് കടലിൻ്റെ 10 കൊല്ലം കടൽ മുഴുവൻ വെഞ്ചരിക്കും. എല്ലാ വള്ളങ്ങളും ബോട്ടുകളും കയറി അവിടെ വരും, വെഞ്ചരിപ്പിന് കടലിൽ വരും, അലങ്കരിച്ചും അവർ തന്നെ ധൂപാർപ്പണമൊക്കെ നടത്തി കടൽ മുഴുവൻ ഇങ്ങനെ കുന്തിരിക്കുക. ശേഷമാണ് ഒരു പക്ഷേ മറ്റു തിരുനാളുകൾക്ക് കടൽ വെഞ്ചരിക്കാൻ തുടങ്ങിയത്. കടൽ വെഞ്ചരിപ്പ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയുടെ പല പള്ളികളിലും വന്നു. അത് വലിയൊരു അനുഗ്രഹം, ആൾക്കാർക്ക് കിട്ടിയൊരു ബോധ്യമാണ്. ചെയ്തല്ലേ? യെസ്. അപ്പം അതായത് 5 ദിവസം ജനങ്ങൾ കടൽക്കരയിൽ താമസിക്കും. അത് ഈ കടൽ വെഞ്ചരിപ്പം കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയായാലും ഒരു ആദ്യ ദിവസം 10,000 ആൾക്കാരുണ്ടാകും. പിന്നെ കൂടി 1.5 ലക്ഷം ആൾക്കാർ വരെ അത് കൂടും. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ കടലോരത്ത് കടപ്പുറം മുഴുവൻ നിറഞ്ഞു കിടക്കും. അപ്പോൾ അവിടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരിക്കൽ അച്ഛനീ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയണേ, ഈ ബോണിഫസ് കാലത്തിലെന്നും പറഞ്ഞ് ഒരു മുഴസിഞ്ഞോറ് ഒരിക്കൽ മുഴസിഞ്ഞോറാണ് വന്ന് ഈ കടലോര കൺവെൻഷൻ്റെ പതാക ഉയർത്തിയത്. അപ്പം അന്ന് മുഴസിഞ്ഞോറ് പതാക ഉയർത്തുമ്പോൾ പറഞ്ഞതാണ് ഈ അച്ഛൻ പറയണത്. മുഴസിഞ്ഞോർ പറഞ്ഞ് ജോസഫ് അച്ഛനിൽ വർക്ക് ചെയ്യണ സ്പിരിറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ സ്പിരിറ്റാണ്. അത് മുഴസിഞ്ഞോർ പറഞ്ഞതാണ്. അപ്പോൾ ഫ്രാൻസിസ് സേവറാണ്. ഇപ്പം എൻ്റെ കയ്യിൽ കുരിശുണ്ടായിരുന്നു, പിന്നെ സ്റ്റോള്, വൈറ്റ് സ്റ്റോള്. അപ്പോൾ ഞാൻ ഇതിട്ടുകൊണ്ടാണ് കടലിൽ പോയിക്കൊണ്ടിരുന്നത് ശുശ്രൂഷയിൽ ചെയ്യണത്. ഈ ഫ്രാൻസിസ് സേവനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആദ്യകാലം മുതലേ ഇഷ്ടമാണ്. ആ സ്റ്റാച്ചു. അപ്പോൾ ആ സ്റ്റാച്ചുവിൻ്റെ കഥയാണ് ശരിക്കും. അപ്പോൾ ഞാൻ ഫ്രാൻസിസ് സേവൻ്റെ തിരുശേഷിപ്പ് ഗോവയിൽ നിന്ന്, അതായത് 97 സുവിശേഷ പ്രഘോഷ ദിശ നടത്തുമ്പോൾ ഫ്രാൻസിസ് സേവൻ്റെ തിരുശേഷിപ്പ് ഗോവയിൽ നിന്ന് പോയി കൊണ്ടുവന്നിട്ട് കൊച്ചിയിൽ നിന്ന് പുന്നപ്പറ വരെ ഒരു 100-150 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ആഘോഷമായിട്ട് തിരുശേഷിപ്പ് കൊണ്ടുവന്ന് പ്രദക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വീട്ടുകാർക്ക് ആണ് ഞാൻ അത് കൊടുത്തത്. കാര്യം അവരുടെ ചെപ്പും അവരുടെ തിരുശേഷിപ്പ് ഉണ്ടായിരുന്നു. ഇത് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഗോവയിൽ പോയിട്ട് അത് അവിടുന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ച് ആഘോഷമായിട്ട് ഇവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഫ്രാൻസിസ് അത് ഒരു റീവാഞ്ചലൈസേഷൻ്റെ സ്പിരിറ്റാണ്. അത് എന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ നമ്മളെ സഭയിൽ എന്തായാലും ശരി ഒരു മിഷണറി ആയില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നായിട്ടും ഒരു കഥയില്ല. കാര്യം ചാർജ് ചെയ്തിരിക്കുന്നത് ലോകം മുഴുവനും പോവുക, എല്ലാ ശിശുക്കളോടും സുവിശേഷം പ്രസംഗിക്കുക. പിന്നീടുണ്ടായിരുന്ന മിഷനൊക്കെ നമ്മൾ ആയിട്ട് ചെയ്തെടുത്തുള്ള ആളാണ്. ചിലത് കാലഹരണപ്പെട്ടു പോയി. കാര്യം മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത മിഷൻസ് ഉണ്ട്, അത് കാലഹരണപ്പെട്ടു പോകും. അതാണ് വിഷയം. പാപ്പ ഇപ്പോൾ വളരെ നോർമലായിട്ട് കറക്റ്റ് പൊസിഷനിലേക്ക് ലാൻഡ് ചെയ്യാൻ ഒരു പേപ്പസി എന്താ ചെയ്യേണ്ടതിനെ കുറിച്ച് വളരെ വ്യക്തതയുള്ള ഒരു കാലഘട്ടമാണ്. കാര്യം വേറെ ആരുടെ അജണ്ട ചുവന്ന് സഭയുടെ സമയം അതിനുവേണ്ടി സ്പെയർ ചെയ്യുന്നില്ല. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ കാലം. പാപ്പ ഈ ഇടക്ക് മാതാവിനെ കുറിച്ചുള്ള അതിനെ കുറിച്ച് അച്ഛൻ നല്ല വിശദമായിട്ട് അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ചിലരെങ്കിലും
കൃപാസനം ഇപ്പൊ പൂട്ടി പോകുന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് വീഡിയോ ഇട്ടവരൊക്കെ ഉണ്ട് കുറെ പേരൊക്കെ. സത്യത്തിൽ എനിക്ക് അതിന്റെ ഒരു വെളിച്ചത്തിലാണ് എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നാനുള്ള പ്രേരണ ഉണ്ടായത്. കാരണം ഇതൊന്നും അറിയാത്ത മനുഷ്യരുണ്ട്. അച്ഛൻ കൃത്യമായിട്ട് അതിന്റെ വ്യക്തതയോടുകൂടി അതിന് ആ ഡെയിലി ബ്രെഡ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അച്ഛൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന രീതിയിൽ, നിങ്ങൾ പൊട്ടത്തരം കാണിക്കണമെന്ന് തന്നെ പറഞ്ഞു. ആ വാക്ക് ഉപയോഗിച്ചത്. അപ്പം അത് കേട്ടപ്പോഴേക്കും അപ്പം അച്ഛൻ ഇങ്ങനെ ഈ കൃപാസനത്തിന്റെ ഭാവി എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വീഡിയോ ഇട്ട്. പക്ഷെ അവരോടൊക്കെ അച്ഛന് പറയാനുള്ള ഒരു ഉത്തരം, അതായത് ഈ കൃപാസനത്തിൽ തന്നിരിക്കുന്ന കർത്താവ് തന്ന ശുശ്രൂഷകളില്ലേ, ശുശ്രൂഷകളൊന്നും മാൻമെയ്ഡ് അല്ല. അത് എല്ലാം ഏതെങ്കിലും ഒരു കാലത്ത് അനോയിൻറ്റിങ്ങിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നതാണ്. അച്ഛാ, ദൈവം 2 പ്രാവശ്യം പരിശുദ്ധ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ചിലർ പറയും ഇത് അച്ഛനിങ്ങനെ സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണെന്ന്. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ പറയും, അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, പിന്നെ മറ്റുള്ളവരിപ്പോൾ എന്തിനാണ് പറയണമെന്ന് ചോദിക്കും. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള ഉത്തരവാദിത്തമാണ്. ഞാനത് അതായത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ വെച്ചാൽ, ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ, ഒരു ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് അപ്പോയിൻമെൻ്റ് എടുക്കാൻ എന്ത് പാടാണ്. ആ സമയത്താണ് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാതെ അമ്മ എൻ്റെ മുമ്പിൽ വന്നിട്ട് ദുരന്തം ഉണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണം പറയും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ക്രൈസിസ് ഉണ്ടായി. 20 വർഷമായില്ല, 20 വർഷമായി. അപ്പോൾ ഒത്തിരി ക്രൈസിസ് ഉണ്ടായി, പലതരത്തിലുള്ള സമരങ്ങളും കോലാഹലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ഞാൻ അക്ഷോഭ്യനായിട്ട് നിന്നത്, എനിക്ക് കൈമാറി തന്ന ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്കിനി മുന്നോട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കഴുത്തിൽ തലയുള്ളിടത്തോളം കാലം നമുക്കിനി മുന്നോട്ടേ പോകാൻ പറ്റത്തുള്ളൂ. കാര്യം നമുക്ക് പിന്നെ അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു അങ്കലാപ്പുമില്ല. എന്നെ സംബന്ധിച്ചുള്ള ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. അപ്പം ആ വിഷയത്തിൽ ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഞാൻ ഇങ്ങനെ, അത് ഭയങ്കര റിസ്ക്കായിരുന്നു. അത് ആദ്യമായിട്ടും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ടൈം ഉണ്ടായി. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു. ഇങ്ങനെ പ്രത്യക്ഷീകരണം സംഭവിച്ചു, അമ്മ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ പേരിൽ ഒരു ഓർമ്മയായിട്ട് ഒരു രൂപം 10,000 രൂപ എടുത്ത് വെച്ചത്. അതിന് ശേഷമാണ് പതുക്കെ ബിഷപ്പിനെ കൊണ്ടുവന്ന്, ശിവപിതാവിനെ കൊണ്ടുവന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ട അതേ അമ്മയുടെ രൂപങ്ങളെ ആൾക്കാരെ വെച്ച് ബ്ലസ് ചെയ്ത്. പിതാവിനോട് പറഞ്ഞ്, സഭ ഇത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ആൾക്കാരെ വെക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രൂപം എടുത്ത് മാറ്റി. ഇന്ന് ആൾക്കാരെ ഇരിക്കുന്ന വിമല ഹൃദയമാണ്, പക്ഷേ എനിക്ക് പ്രത്യക്ഷപ്പെട്ട അതേ കളറല്ല. എനിക്ക് പ്രത്യക്ഷപ്പെട്ടൊരു നടുക്ക് ഹൃദയത്തെ സ്ഥലത്ത് ക്ലോക്കാണ്, 10-8 സൂചിയാണ്. ദുരന്തം അസാക്ഷ്യം ഉണ്ടായി. അതാ അച്ഛനാവതല്ലേ ബ്ലസ് ചെയ്യാൻ വേണ്ടി. അതെ. അപ്പോൾ പക്ഷേ അതിന് ശേഷം നമ്മൾ ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ സ്റ്റാച്യു പ്രതിഷ്ഠിച്ചത്. ഇത് വിമല ഹൃദയ സ്റ്റാച്യുവാണ്, സഭയുടെ സ്റ്റാച്യു തന്നെയാണ്. പക്ഷേ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ക്ലോക്ക് ഒഴിച്ചുള്ള ബാക്കിയല്ല കളർ അതിൻ്റെ അകത്തുണ്ട്. അപ്പം അതിന് ശേഷമാണ് അമ്മ ഉടമ്പടി ആ രൂപം പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 6 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത്. ഞാൻ അച്ഛനോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായല്ലോ, ആ കൃപാസനം അടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാനൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് ഉള്ളിൽ ചിരി വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിൻ്റെ ആസ്തി എപ്പോഴും ഈ ഇന്നെവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്താൽ ആവശ്യം തോൽപ്പിക്കപ്പെടുന്ന ആശയങ്ങളാണ്. കൃപാസനത്തിനേരെ ഉന്നയിക്കുന്ന കുറേ ആശയങ്ങളാണ് ആൾക്കാർ ഉന്നയിക്കുന്നത്. പക്ഷേ ലക്ഷങ്ങൾ അനുഭവം ഉള്ള ആൾക്കാർ ഇതിൻ്റെ അടിത്തറയാണ്.
അതാണ് വിഷയം. അതാണ് വിഷയം. അപ്പം ഈ എന്നെപ്പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അമ്മയെ അനുഭവിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെ ഉണ്ട്. താങ്ക് യു. അപ്പം അതാണ് വിഷയം. അവർ ഉള്ളിടത്തോളം കാലം വേറെ എന്ത് പൊട്ട ആശയം പറഞ്ഞാലും ഏക്കത്തില്ല, ആർക്കും അത് അടക്കാനും പറ്റത്തില്ല. പിന്നെ സഭ ക്ലാരിഫൈ ചെയ്യണം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അത് കറക്റ്റല്ലേ? അത് സഭ ഒന്നും പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ക്ലാരിഫൈ ചെയ്ത് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വർഷം പ്രഖ്യാപിച്ച സമയത്താണ് ഇങ്ങനെയുള്ള കൂടുതൽ 87 ഒരിക്കലും എനിക്ക് ഞാൻ ഇന്റർവ്യൂലൂടെ കേട്ടിട്ടുണ്ട് ജോൺ പോൾ പാപ്പയെ കുറിച്ച് അച്ഛൻ പറഞ്ഞത് ഒരു 1.5 പോപ്പാണെന്നതിനെ കുറിച്ച് എനിക്ക് പറയുന്നത്. അതെന്താ പ്രശ്നം? വർഷം മുമ്പാണെന്ന്. അതെ, ജോൺ പോളിനോട് എന്ത് ഫോളോ ചെയ്തിരിക്കുന്ന കാരണം ആ ഒരു കാലഘട്ടം ശരിക്കും അനുഭവിച്ച്. അപ്പോൾ ഞാനെപ്പോഴും പറയുവേ, ജോൺ പോളിൻ്റെയും മദർ തെരേസയുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റണമെന്നൊക്കെ പറയണത് ഒരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സാണ്. മദർ തെരേസയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ഇവിടെ എറണാകുളത്ത് ലാസ്റ്റ് വന്നപ്പോൾ മനക്കോടത്ത് ഞാൻ ആ സമയത്ത് ഞാനില്ല, മദറിൻ്റെ സക്സസറാണ് വന്നത്. അവിടെ മനക്കോടത്തി ആയിരിക്കുമ്പോൾ വന്നത് നിർമ്മല സിസ്റ്റർ. അപ്പോൾ ഇത് എന്താ വിഷയം എന്ന് പറയണത്, അപ്പോൾ ഈ ജോൺ പോള് ഈ വൈബ്രൻ്റാണ്, ഭയങ്കര സംസാരത്തിലും സമീപനത്തിലും വിഷയത്തിൻ്റെ ക്ലാരിറ്റിയിലും ഒരു വിവാദം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പിന്നെ അട്ടിക്കടി കയറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റും സുവിശേഷത്തിൻ്റെ എവാഞ്ചലിക്കൽ പ്ലേസ്മെൻ്റ് എന്നൊക്കെ പറയണത് കറക്റ്റ് പ്ലേസ്മെൻറ്റാണ്. എന്തുമാത്രം വിശുദ്ധന്മാർ, ഇന്ന് കാണുന്ന വിശുദ്ധന്മാരുടെ മുന്നേറ്റങ്ങളെല്ലാം ഉണ്ടായത് ജോൺ പോളിൻ്റെ കാലത്താണ്. അപ്പം പിന്നെ ആരും ജോൺ പോളിനെ കൈകാര്യം ചെയ്തിട്ടില്ല. അത് വലിയൊരു വിജയമാണ് ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തെ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ജോൺ പോളും മദറും തമ്മിൽ ഭയങ്കര ലിങ്കായിരുന്നു. ഞാൻ പാലായിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോയ സമയത്ത് ഒരു വീട്ടിൽ താമസിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രാത്രി ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ആ വീട്ടിൽ ജോൺ പോളിൻ്റെ ഹിസ്റ്ററി ബുക്ക് അവിടെ ജീവിതത്തിൽ ഇരിക്കണം. ഞാൻ ആ രാത്രി മുഴുവൻ ഇരുന്നിരുന്ന് വായിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു സാധനം, ജോൺ പോൾ മാർപ്പാപ്പ മാർപ്പാപ്പയായതിന് രാത്രി പുള്ളിയുടെ കൂട്ടുകാരെ വിളിക്കും പോളണ്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വന്തം. അത് വേറെ കാര്യം, ഇത് പുള്ളി പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പറഞ്ഞ് എടാ ഞാൻ അകപ്പെട്ടു പോയി കേട്ടെന്ന് പറഞ്ഞ്. അത് ആ പുസ്തകത്തിൽ അതുപോലെ എഴുതിയിട്ടുണ്ട്. അതായത് ഐ ഡോണ്ട് നോ ഹൗ ടു മൂവ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അന്ന് വിഷസ്കി ഉണ്ട് കെഡിനല്ലേ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടൈറ്റ്. വിഷസ്കി പറഞ്ഞ് നീ മധുരമായിട്ടിരിക്കാൻ പറഞ്ഞു 2 ആഴ്ച. ഉടനെ മുറി ലോക്ക് വത്തിക്കാൻ അദ്ദേഹത്തിന് പ്രൈവറ്റ് മുറി ലോക്ക് ചെയ്ത് ആ ചാപ്പലിൽ 2 ആഴ്ച മൊത്തം ജപമാല ചൊല്ലി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മദർ എല്ലാ കാര്യവും പറഞ്ഞു. 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഇമ്മീഡിയറ്റായിട്ട് പോളണ്ട് സന്ദർശിക്കാൻ പറഞ്ഞു. 2ാമത് 30,000 അച്ഛന്മാർ ഡിസ്പെൻസേഷൻ അപേക്ഷിച്ചിട്ടുണ്ട്, അത് മൊത്തം കൊണ്ടൊന്ന് മുറി വെക്കാൻ പറഞ്ഞു. ജപമാലയും കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് മദർ പറഞ്ഞ പോലെ ആദ്യമേ ആ 30,000 അച്ഛന്മാരുടെ ആപ്ലിക്കേഷൻസ് കൊണ്ടുവന്ന് ജോൺ പോൾ സ്വന്തം മുറി വെച്ച്, അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് പറഞ്ഞ് ഓഫീസിൽ പറഞ്ഞ് 10 കൊല്ലം കൊടുത്തായിരുന്നു അവർക്ക് ആലോചിക്കാൻ. ഇനി ആലോചിക്കേണ്ടത് തീരുമാനമായി. എന്ത് തീരുമാനിച്ചാ? 2ാമതൊരു കാര്യം പറഞ്ഞത്, എനിക്ക് പോളണ്ടിൽ പോകണമെന്ന് പറഞ്ഞു. അന്ന് പോളണ്ട് റഷ്യയുടെ കീഴില്ല. പോളണ്ട് ചെല്ലുമ്പോൾ മണ്ണുവാരി ഇട്ടിരിക്കുന്ന പോലെ ജനം നിൽക്കുകയാണ്, കോടികൾ. പോളണ്ട് സോളിഡാരിറ്റിയാണ് അന്നാണ് പറഞ്ഞത്. നോ ക്ലാസ് സ്ട്രഗിൾ ബട്ട് സോളിഡാരിറ്റി. ആ സാധനമാണ് വർക്കൗട്ട് ചെയ്ത് യൂറോപ്പ് മുഴുവനും ജനാധിപത്യത്തിലേക്ക് വരണത്. എൻസൈക്ലോപീഡിയയിൽ ജോൺ പോളിനെ കുറിച്ച് പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് പറയണത്,
അതായത് രക്തരഹിതമായി യൂറോപ്പിനെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ പിതാവ്. അതാണ് ഇത് മദറാണ് ഈ സംഭവം. മദർ എന്ന് പറഞ്ഞ സഭയിൽ മദറുമായിട്ട് ലിങ്ക് ചെയ്യാതെ ഒരു ബിഷപ്പിനും ഒരു പോപ്പിനും ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടത്തിൽ സഭയെ നയിക്കാൻ പറ്റത്തില്ല. കാര്യമൊക്കെ നമുക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ ബിഹോൾഡ് യുവർ മദർ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള നിൻ്റെ സഹായം മദർ കൂടി ഉണ്ടാകും എന്നും പറഞ്ഞാൽ ഈശോ പിരിയണത്. ഈശോ ലാസ്റ്റ് പിരിയണത് എന്താണ്? ഇനിയുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മദർ കൂടി ഉണ്ടാകും. ബിഹോൾഡ് യുവർ മദർ. ഈ മദർ കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാന് കേട്ടല്ല, മദർ പറഞ്ഞു. അന്ന് മുതൽ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അതുകൊണ്ട് സാത്താൻ വിവാദം എല്ലാം ഉണ്ടാക്കുന്നത് മദർ വഴിയായിരിക്കും. മദറിനെ തട്ടാൻ വിചാരിച്ചാണ് സാത്താൻ എപ്പോഴും ഈ യുദ്ധങ്ങളെല്ലാം വെളിപാട് നടക്കണം. എവിടെ? ഗർഭിണിയായ സ്ത്രീയായിട്ടല്ലേ. സർപ്പം വിഴുങ്ങാൻ വന്നത് എങ്ങനെയാണ്? ഗർഭിണിയായ സ്ത്രീയെ വിഴുങ്ങാൻ വരികയാണ്. അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയെന്നല്ല. സമയത്തിൻ്റെ പകുതിയും അവളവിടെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം മദർ കാലത്തിൻ്റെ അവസാനം വരെ മദറിൻ്റെ അന്യൂനമായിട്ട് മദറിലൂടെ ഉദ്ദേശിച്ച ദൈവിക പദ്ധതി ദൈവം സംരക്ഷിക്കുമെന്ന് ഉറപ്പല്ലേ? സഭയുടെ പഠനത്തിന് വേണ്ടി അല്ല, പ്രത്യക്ഷീകരണത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സഭ ഇത് രഹസ്യമായി പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ്. കാര്യം എന്നോടൊരിക്കലും നമ്മുടെ പിതാവ് അനവറ ജെയിംസ് പിതാവ്, നേരത്തെ ഉണ്ടായിരുന്ന ശിവൻ പിതാവ് ഒരിക്കലും ഒരു അക്ഷരം പോലും നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടില്ല. അത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് സഭയ്ക്ക് പഠനങ്ങളുണ്ട്. അതിൻ്റെ ഒരു സമയമാകുമ്പോൾ അതതിൻ്റെ പരിപൂർണ്ണതയിൽ എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാര്യം ജനങ്ങളെ ഒരു കാര്യം വ്യക്തമാണ് വെച്ചാൽ, അതായത് ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെതും ഇതുപോലെ ലോകത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. 20 ലക്ഷം അടുത്ത് ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരെല്ലാവരും അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് കണ്ണീരോടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമല്ലേ. അത്രയും പ്രാർത്ഥന ഒരു പ്രത്യക്ഷീകരണത്തിനും കിട്ടിയിട്ടില്ല. ഇത്രയും ആ പ്രാർത്ഥന നിൽക്കുന്നത് കൊണ്ടാണ് ഈ കൃപാസനത്തിൽ ഇങ്ങനെ അടയാളങ്ങൾ ദൈവം കാണിച്ചു. ഈ കൃപാസനത്തിൽ വരുന്ന അടയാളങ്ങളെല്ലാം മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളാണ്. കാര്യം അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ അമ്മ ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥനയായിട്ടാണ് ഈ ഉടമ്പടി പ്രാർത്ഥന വരണത്. അപ്പം അതെല്ലാം തമ്മിൽ ഇൻ്റർലിങ്ക്ഡ് ആണ്. ഞാൻ ഇന്ന് ഡെയിലി ബ്രെഡ് കേട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അതായത് ഈ ആത്മീയ ജീവിതം ഭക്തജീവിതമല്ല എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭക്തജീവിതമല്ല, മറിച്ച് ദൈവത്തെ കേന്ദ്രബിന്ദുവായിട്ട് കണ്ട് ജീവിക്കുന്നത്. എനിക്കൊന്നൊരു പക്ഷേ ഉടമ്പടി മറ്റ് ചില പ്രാർത്ഥനകൾ എപ്പോഴും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരിങ്ങനെ ഓടി നടക്കുന്നതായിട്ട് കാണണം. പക്ഷെ ഇവിടെ ഭൗതികമായ ആവശ്യങ്ങളുണ്ട്. അതേസമയം തന്നെ ഈ ഭൗതികമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉടമ്പടിയിൽ പറയുന്ന ഒരുപാട് ആത്മീയ കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവം മനസ്സാകുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ കൃപാസനത്തിൽ മാത്രം ഉള്ളൊരു പ്രത്യേകതയാണെന്ന് തോന്നുന്നത്. ഈ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഈ കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്താൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുള്ളൂ. അതിനെക്കുറിച്ച് അതെ, അതായത് ഉടമ്പടി ഒരു ഗ്രോത്ത് പ്രോസസ്സിൽ നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇപ്പം കാര്യം 16 ഉടമ്പടി തന്നതെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉടമ്പടി ചെയ്യുന്നത് ഇപ്പം സയൻറ്റിസ്റ്റുകൾ ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു അക്കൗണ്ട് ജനറൽ. അപ്പോൾ ഒരു സൗത്ത് ആഫ്രിക്കയുടെ അക്കൗണ്ട് ജനറലാണ് ഇന്നലെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞത് ഒരു PhD റിസർച്ച് സ്കോളറാണ്. ഇവിടെയൊക്കെ അതായത് ഒത്തിരിയേറെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക.
അതായത് ഇന്ന ഇന്ന ഒരു നമ്മൾ ഇന്ന വിഷയം ഈ ഒരു ഇന്ന ഫോർമുല ഉപയോഗിച്ചാൽ ഇന്ന റിസൾട്ട് എന്ന് പറഞ്ഞ് നമുക്ക് വരുമല്ല. അതുപോലെ അത് ഇപ്പം എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതുകൊണ്ട് അവർ മാത്തമാറ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ അവരെ എന്ത് വെച്ചാൽ അങ്ങനെയുള്ളവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും ഒത്തിരി എല്ലാ സമയം തന്നെ മനസ്സിലെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടും പിന്നെ ഓരോ ടോക്കും പല പല പ്രാർത്ഥനകളുടെ ആകത്തുകയായിട്ടാണ് ടോക്ക് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ അച്ഛൻ ചോദിക്കുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഉടമ്പടി ഇപ്പം ദൈവം പോലും ഉടമ്പടി അല്ലേ ചെയ്യത്തുള്ളൂ. ഇപ്പം ഈശോ വന്നിട്ടും കുർബാനയാണെങ്കിൽ അറിഞ്ഞാലും അത് ഉടമ്പടിയാണല്ല. അപ്പം ദൈവത്തിന് പോലും ഉടമ്പടിയുടെ അപ്പുറത്തൊരു സംഭവം ഇല്ല. കവനൻ്റെ ലാസ്റ്റ് വാക്കാണ്. എബ്രാഹുമായിട്ട് ചെയ്ത ഉടമ്പടിയെ കാലങ്ങളിലൂടെ ദൈവം ഓരോരോ കാലങ്ങളിൽ ഓരോ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി ദൈവം ഓരോ ഇൻറ്റൻഷന് ചിലപ്പോൾ സാർവജനീയമായ വലിയ ഗ്ലോബൽ ഇൻറ്റൻഷൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു നാഷണൽ ഇൻറ്റൻഷൻ ആയിരിക്കും. ഇതിനെല്ലാത്തെയും ഇപ്പം ഇസ്രായേലിൻ്റെത് പലതും നാഷണൽ ഇൻറ്റൻഷനായിരുന്നു. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ റിഡംഷൻ എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ ഇൻറ്റൻഷനാണ്. എല്ലാത്തിനും സൊല്യൂഷൻ കവനൻ്റാണ്, എല്ലാത്തിനും ഉടമ്പടിയല്ല. അപ്പം അത് ഒന്ന് പഴയ നിയമത്തിലെ മോസസിൻ്റെ ഉടമ്പടി, പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗ്ലോബൽ ഉടമ്പടി ആകുമ്പോൾ കുർബാനയിലേക്ക് വരുമ്പോൾ അതൊരു ന്യൂ കവനൻ്റായിട്ട് ഈശോ. നമ്മുടേത് മരിയൻ കവനൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒരു വീട്ടിൽ വന്നപ്പോൾ കണ്ടുപിടിച്ചത് ആ കുടുംബത്തിൻ്റെ ഇല്ലായ്മയെ അഡ്രസ്സ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഇല്ലായ്മ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അമ്മയെ ദൈവം ഈ സ്പെയർ ചെയ്തിരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു പദ്ധതിയാണ് ഈ മറിയം എന്ന് പറയുന്നത്. മറിയം ആദ്യമായി അപ്പയുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഈ അമലോത്ഭവമൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും അമലോത്ഭവത്തിൻ്റെ കാരണം എന്താ, അപ്പാടെ മാനസപുത്രി ആയതുകൊണ്ടാണ് അമലോത്ഭവം ഉണ്ടാണ്. നടക്കുന്ന സമയത്ത് അപ്പം എന്ത് സമയത്തിൽ എന്താണ് ഈ വിഷയം എന്ന് വെച്ചാൽ, അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പറയുന്നതിനേക്കാളും ഹൈ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് അമ്മയിൽ ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത്. ഇപ്പം കുടുംബത്തിൽ തന്നെ വരുമ്പോൾ അവിടെ ഒന്ന് നിസ്സാരമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സീരിയസ് വിഷയമായതുകൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടി മുഴുവൻ ഒരു മനുഷ്യൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ അവൻ്റെ ഭൗതിക നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങളുടെ ഇല്ലായ്മയെന്ന് പറയണത് അമ്മയാണ് ഐഡൻറ്റിഫൈ ചെയ്യണത്. അമ്മ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഉടനെ റഷ് ചെയ്ത് ഈശോയിലെ ദൈവികത്വത്തെ ഇതിലേക്ക് കൂടി ചാനൽ ഔട്ട് ചെയ്തത് അമ്മയാണ്. ഈശോയുടെ ദൈവികത്വം ശരിക്കും പറഞ്ഞ റിഡംപ്റ്റീവ് ആണ്. അത് ആത്മാവിൻ്റെ വീണ്ടെടുപ്പിലേക്ക് പോകുന്ന നിത്യതയോട്ട് പോകുന്നൊരു പ്യുവർ ആത്മീയ വിഷയങ്ങളാണ്. പക്ഷേ അതിനെ ശരിക്കും ചാനൽ ഔട്ട് ചെയ്തിട്ട് മനുഷ്യൻ്റെ ജീവിത പ്രസംഗങ്ങളോട് ലിങ്ക് ചെയ്യിക്കുന്നത് അമ്മയുടെ ജ്ഞാനമാണ്. അതാണ് ഇവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം പറയുന്നത്. അതാണ് സാർ. അപ്പം അത് പക്ഷേ ഈശോ അത് അഡ്ഹിയർ ചെയ്യുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ ഒരു വിജയം. അത് എടുക്കുന്നുണ്ടല്ലോ. ഇത് ഇന്നത്തെ കാലത്ത് അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാവുന്നതാണ് നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടിയാണ് മരിയൻ ഉടമ്പടി. അത് ഇക്കാലത്തൊരു വെളിപാടാണ്. വെളിപാടാണത്. ഈ വെളിപാടിൻ്റെ അനുഭവ തലങ്ങളെന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള അറിവനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ശാസ്ത്രജ്ഞയുടെ വർത്തമാനമാണ് എപ്പോഴും പറയണത്. ശാസ്ത്രജ്ഞ അർത്ഥത്തിലേ ആൾക്കാരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുക്കരുത്. വല്ലതും കൊണ്ടൊന്ന് വോട്ട് ചെയ്യണ പോലെ എഴുതി കിട്ടിയിട്ട് തിരികെ കത്തിച്ച് അങ്ങനെ മോളിൽ നിന്ന് പൊട്ടി കാത്തിരിക്കരുത്. ഇതിൻ്റെ ഇൻറ്റൻഷൻ ദൈവം തന്നെയാണ്. നമ്മൾ 6 ഇൻറ്റൻഷൻ എഴുതുമെങ്കിലും അതിൻ്റെ മെയിൻ ഞാൻ ഇവരോട് പറയും, ഒരു ഇൻറ്റൻഷൻ നിങ്ങൾ ഈ കോളം ബ്ലാങ്ക് ചെയ്തിടണം. അത് ഈശോ തന്നെ ഇരിക്കണം നിങ്ങളുടെ ഇൻറ്റൻഷൻ. മനസ്സിലായി? ശരി. അപ്പം ഇതിൽ വരുന്നൊരു വിഷയം എങ്ങനെ വെച്ചാൽ, ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ ഈശോ തന്നെയാണ് ഇൻറ്റൻഷൻ എന്ന് അതനുസരിച്ച് ഈ
ഒരു പരിധി കഴിയുമ്പോൾ ഞാനവരെ സിദ്ധിച്ചവരെ എല്ലാ ഇൻറ്റൻഷനേക്കാളും പ്രൈമറി ഇൻറ്റൻഷൻ ജീസസ് ആണെന്നുള്ളത് പരിശുദ്ധമാർക്ക് വിവേചന അധികാരത്തിൽ മനസ്സിലാക്കും. പിന്നെ അവരെന്ന് വെച്ചാൽ ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവരാണ് പലരും പുതുക്കി നിൽക്കുന്നത്. അങ്ങനെ ഒത്തിരി ആൾക്കാർ നിലനിൽക്കുന്നത്. ഉടമ്പടി പുതുക്കി ജീവിക്കുന്ന ഒത്തിരി പേര്. അപ്പം ചിലർക്ക് അതിൻ്റെ അകത്തൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് നമ്മളിങ്ങനെ ഉടമ്പടി പുതുക്കി ആലപ്പുഴ വന്ന് കൃപാസനത്തിന് താമസിക്കേണ്ടി വരുവാന്ന്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, ഇതിപ്പോൾ നിങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ താമസിക്കേണ്ടി വരുമല്ലോ ഇങ്ങനെ പുതുക്കി. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടില്ലേ, എത്ര പേർക്ക് വാസ്തുതരുണ്ട്? ഇല്ല, അങ്ങനെ വരത്തില്ല ആൾക്കാർ അവരുടെ ആ വിഷയങ്ങൾ കഴിയുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ അവർ ഉടമ്പടി ജീവിക്കും, പക്ഷേ കൃപാസനത്തുമായിട്ട് ലിങ്ക്ഡ് അല്ല. അതെനിക്ക് വലിയ ഒരു വിജയമാണ് അച്ഛാ. ആൾക്കാർ പറഞ്ഞവരൊന്നുമല്ല, ആൾക്കാർ അവരുടമ്പടി ജീവിക്കുകയാണ്, പക്ക ഉടമ്പടി. എന്നിട്ട് ഞാനിപ്പോൾ ഫ്രാൻസിലും അതുപോലെ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ പണ്ട് ഉടമ്പടി എടുത്ത ആൾക്കാരെ കാണുമ്പോൾ പറയും, അച്ഛാ ഞങ്ങളിപ്പോഴും ഉടമ്പടിയില്ല കേട്ടാ. അത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം തണുക്കും. അവർ കൃപാസനത്തിൽ വരുന്നില്ല, സംസാരിക്കുന്നില്ല, പക്ഷെ ഞങ്ങളിപ്പോഴും ഉടമ്പടിയിലാണെന്ന് പറയും. അതാണ് അച്ഛൻ സംഭവം. ഉടമ്പടിയാണ് എല്ലാം ഒന്നും പറഞ്ഞ് ജീവിക്കുന്നത് എത്രയോ മനുഷ്യര്. അതിപ്പോൾ ഈ സാക്ഷ്യം പറയുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, അത് ഞങ്ങളിനി ഈ ഉടമ്പടി തന്നെ ജീവിക്കാൻ പോയി, മരണം വരെ ഉടമ്പടി ജീവിക്കും എന്ന് പറയുമ്പോൾ ആൾക്കാർ മരണം വരെ കൃപാസനത്തിൽ വരുന്നല്ല ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. ദൈവമായിട്ടുള്ള ലിങ്കിൽ ജീവിക്കും. അതായത് എന്ത് വിഷയം ഇതിൻ്റെ സുവിശേഷ സാക്ഷ്യം ഉണ്ടല്ലോ, സുവിശേഷം കൈമാറുന്നില്ലേ, അത് ഈ പത്രത്തിലൂടെയുള്ള ദൈവാനുഭവങ്ങൾ കൈമാറുമ്പോൾ പത്രത്തിലൂടെയാണല്ലോ ആൾക്കാർ ഈ ഈശോനെയൊക്കെ അറിഞ്ഞു വരണത്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പത്രത്തെ അനുഗ്രഹിച്ചത്. 28 ഭാഷകളിലാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് സ്വിറ്റ്സർലൻഡിലെ ഭാഷയിൽ പത്രം ഇറങ്ങാൻ പോയി. അപ്പം അമ്മ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും ഈ സഞ്ചാരി മാതാവെന്ന് പറഞ്ഞ കാര്യം അതാണ്. അതായത് സുവിശേഷം പ്രവർത്തിക്കുന്നവൻ്റെ കൂടെ അമ്മ ഉണ്ട്. കാര്യം ചില ആൾക്കാരെ തിരികെ കത്തിച്ച് വീട്ടിൽ തന്നെ കുത്തിയിരിക്കും, അവർക്കെന്തും അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഒരാഴ്ച ധ്യാനം ഒരിടത്ത് പോയി കൂടി ചിലപ്പോൾ ഒരാഴ്ച നമുക്ക് ആ രീതിയിൽ ജീവിക്കാൻ പറ്റും, പിന്നെ വിട്ടുപോകായിരിക്കും. പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല. കാരണം ദേ ആർ കണ്ടിന്യൂലി കണക്റ്റഡ് വിത്ത് ഗോഡ്. അതായത് അവർക്കൊരു കണക്ഷൻ നിരന്തരമായിട്ട് ദൈവമായിട്ട് ഉണ്ടാകാനായിട്ട് ഈ ഉടമ്പടി സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ അച്ഛാ? അതെ, അതായത് ഈ ആൾക്കാർ എപ്പോഴും പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ ഈ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അപ്പം അത് ഈ ഉടമ്പടിക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട്. ഉടമ്പടി ജീവിക്കുന്നവർ അവരൊത്തിരിയേറെ ഇൻറ്റൻഷൻസ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരൊന്ന് ആശീർവദിച്ച് രാവിലെ അവരുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിടുന്ന കാരണം ആൾക്കാർ ആ ഉടമ്പടി ഇഫക്റ്റീവായിട്ടാണ് ചെയ്യണത്. അത് ഡെയിലി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡെയിലി നമുക്കൊരു എനർജി കിട്ടാനായിട്ട് സത്യം പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതൊരു വലിയൊരു എനർജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. നമ്മള് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നൊരു, അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കിട്ടുന്നൊരു ശക്തി ഭയങ്കര വലുതാണ്. അപ്പൊ ഈ വിദേശ രാജ്യങ്ങളൊക്കെ അച്ഛൻ ഇപ്പൊ പോകുന്നില്ല സ്ഥലങ്ങളിൽ. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരി രാജ്യങ്ങളിലെ അച്ഛൻ്റെ ഇങ്ങനെ ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരെങ്ങനെ ഇപ്പം ഈ വിദേശ രാജ്യം ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല, പക്ഷെ ചില സമയത്ത് ചിലർ വരുന്നുണ്ട് വരുന്ന സമയത്ത്. പക്ഷെ അങ്ങനെ അവിടെ പോകാൻ നേരത്തേക്ക് അവരുടെ ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാനുള്ള അച്ഛൻ്റെ ഒരു ഫീലിംഗ് എന്താണ്? അത് എനിക്ക് കാണുന്നത് ഈ മലയാള സഭയില്ലേ, കേരള സഭ ദൈവം ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഒരു സഭയാണ്. ഇതിനെ ശരിക്കും ദൈവം നമ്മുടെ ചില കുഞ്ഞുങ്ങളോട് അമ്മമാർക്ക് പ്രത്യേകം സ്നേഹം ഉണ്ടാവില്ല, അതുപോലെയാണ് ദൈവം കേരള സഭയെ സ്നേഹിക്കുന്നത്. അത് നമുക്കത് മനസ്സിലാവും. ഞാൻ ഇവരൊക്കെ വിട്ടു പോകുമ്പോൾ എനിക്ക് സങ്കടം വരണമെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും സങ്കടം. പണ്ട് ആൾക്കാർ യൂറോപ്പിലൊക്കെ പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടമായിരിക്കും. ഞാനൊരു ദൈവമേ, വിശ്വാസം ഇല്ലാത്തൊരു സമൂഹത്തിൽ പോയിട്ട് അവിടെ സാഹിബന്മാർ പള്ളിയിലും പോകത്തില്ല, അവർക്ക്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി നമ്മൾ പറയുന്ന അത്രയും കുഴപ്പങ്ങൾ അവിടെ ഇല്ല.
ഞാൻ മാറ്റി ചെന്നപ്പോൾ നിറച്ച നിറച്ച ആൾക്കാർ അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ ഓർക്കുകയെ ഇനി ഇവരുടെയൊക്കെ വിശ്വാസം പോവുക എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സ്വിറ്റ്സർലൻഡിൽ ചെന്നപ്പോഴുണ്ട്, അയർലൻഡിൽ ചെന്നപ്പോഴുണ്ട് താഴെ ഞാൻ മാതാപിതാക്കന്മാരുടെ ധ്യാനം നടത്തുകയാണ്. മുകളിൽ ചെന്നപ്പോഴുണ്ട് അവരുടെ 200 കുഞ്ഞുങ്ങൾ 1 വയസ്സ് തൊട്ടുള്ളത് തൊട്ട് 2 വയസ്സ് 3 വയസ്സ് എല്ലാവരെയും ഈ ഏഞ്ചൽസ് റിട്രീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോകണമെങ്കിലും നല്ല മലയാളികൾ നല്ല വിശ്വാസം സൂക്ഷിക്കാൻ കാരണം ദൈവം ഇവിടെ 87 തൊട്ട് ഇവരെ ധ്യാനിപ്പിച്ച് ഒരുക്കിയത് കൊണ്ടാണ്. ധ്യാനം കൂടാത്ത ഒരു മനുഷ്യയില്ലേ. 87 75 മുതൽ നമ്മളെ ശരിക്കും ധ്യാനം കൂടി ഒരുക്കി. പിന്നെ നമ്മളെല്ലാം പോയത് നല്ല ചൈതന്യമുള്ള കുടുംബങ്ങളിൽ നിന്നാണ്. ക്രിസ്ത്യാനിറ്റിയിൽ നല്ലൊരു ശതമാനം പേരും സന്ധ്യപ്രാർത്ഥന ഉള്ളവരും കുടുംബജീവിതമുള്ളവരും കൗദാസ ജീവിതമുള്ളവരുണ്ട്. അവരാണ് ഈ ധ്യാനം കൂടിയിരിക്കുന്നത്. അങ്ങനെ ലോകത്ത് വിശ്വാസം മങ്ങിയപ്പോൾ ദൈവം മലയാളികളെ ഉപയോഗിക്കുക. എന്തുമാത്രം ഇപ്പം തന്നെ ഇവിടെ വന്നിരിക്കണ ഞാൻ നേരത്തെ പറഞ്ഞ അക്കൗണ്ട് ജനറലിൻ്റെ സാക്ഷ്യം കഴിഞ്ഞപ്പോൾ അയാൾ പറയണത് ഞാൻ 200 ബ്ലാക്സിൻ്റെ ഭവനങ്ങളിൽ പോകുന്നുണ്ട് സുവിശേഷ വേലയ്ക്കൊന്ന്. അപ്പോൾ അത് അതിൻ്റെ ഫലമാണ് അപ്പോൾ വിദേശത്ത് നമുക്ക് ഇവിടെയുള്ള അത്രയും തന്നെ സ്പിരിറ്റിലാണ് വിദേശത്തും ഉടമ്പടി ജീവിതം നടക്കുന്നത്. വലിയ ദൈവാനുഗ്രഹ. ഞാനിപ്പോൾ ഈ കേൾക്കുന്നിടത്തേക്ക് ഈ ഓൺലൈനിൽ കുറേ കാര്യങ്ങൾ കേൾക്കാം. അച്ഛൻ്റെ ഇവിടുത്തെ പ്രാർത്ഥന ശുശ്രൂഷ കേൾക്കാം. ഒരു ജെന്യൂനിറ്റി തോന്നി എന്താണെന്നറിയാമോ? പറയാനുള്ള കാര്യങ്ങൾ കണ്ണുമുട്ടേ കണ്ടു പറയുക. അച്ഛനപ്പോൾ ദുഷ്ടനെന്ന് വിളിച്ചാലും അല്ല നിനക്ക് പണി കിട്ടുമെന്നൊക്കെ പറയുന്നത് ചിലപ്പം ചിലർ വളരെ പോളിഷ്ടായിട്ടൊക്കെ പറയുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അച്ഛന് വളരെ ജെന്യൂനായിട്ട് ഇത് പറയുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ചൈതന്യമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ആളുടെ മുഖത്ത് നോക്കിയാലും പറയാനുള്ള ഒരു പ്രവാചകന്റെ ദൗത്യമാണ്. എനിക്കത് ജെറമ്യാ പ്രവാചകന്റെ ഒക്കെ ഓർമ്മ വരും പെട്ടെന്ന് മനസ്സിൽ. ഒരു കണ്ണു കൂട്ടിയാൻ കണ്ട് പറയുകയല്ലേ, അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെ. നമ്മൾ എനിക്കെന്ത് സംഭവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാനത് പറഞ്ഞില്ലെങ്കിൽ അവർക്കെന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു ചിന്ത എനിക്ക് തോന്നുന്നു. അതെന്താ വെച്ചാൽ എനിക്ക് ആൾക്കാർ ക്രിസ്തുവിൽ ജീവിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള എനിക്ക് ഭയങ്കര അരിശം പറയും. പക്ഷേ എന്താ പ്രോബ്ലം വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പം എല്ലാ മേഖലകളിലും നമുക്ക് വളരാനുള്ള ചാൻസുകൾ ദൈവം കൊടുത്തിട്ട് ഇപ്പോൾ ഉടമ്പടി എടുത്തവരാണെങ്കിലും അവരിവിടം വരെ വന്ന് എടുത്ത് വെളുപ്പിന് വരെ 3 മണി തൊട്ട് ആൾക്കാരുടെ വിടുക. അങ്ങനെ വന്ന് കഷ്ടപ്പെട്ടെടുക്കുമ്പോൾ അവർ പിന്നെ ഉഴപ്പേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ശാസിക്കണാണ്, ഉള്ളി സ്നേഹം കൊണ്ടാണ് ശാസിക്കണത്. വെറുപ്പൊന്നും ആരുടെ ഇല്ലല്ലോ. ആൾക്കാർക്ക് അതിനകത്തൊന്ന് എങ്ങനെ അതൊക്കെ മനസ്സിലാകും. അവര് പിടികിട്ടും ആത്മാർത്ഥം കൊണ്ട് തന്നെ പറയുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സോഷ്യൽ മീഡിയസിലൊക്കെ ഒത്തിരി ഇത് വരുന്നുണ്ടെങ്കിലും അച്ഛൻ അതിനെ നേരിട്ടൊരു രീതി എനിക്കറിയാം. വളരെ സന്തോഷത്തോടെ ആരോടും വെറുപ്പില്ലാതെ വൈരാഗ്യമില്ലാതെ. അതെങ്ങനെ അച്ഛൻ അതങ്ങനെ ഒരു മൂഡിലേക്ക് അങ്ങനെ? അച്ഛാ അതെന്താ പ്രശ്നം വെച്ചാൽ അതായത് ഈ പണ്ട് മുതലേ ഇപ്പം ഈ പൊളിറ്റിക്സിലാണെങ്കിൽ ഇപ്പോഴും ഉണ്ടല്ലോ, എനിക്ക് ഈ പൊളിറ്റിക്സിൽ പ്രതിപക്ഷത്തോട് ഭരണകക്ഷികൾ കാണിക്കുന്ന രീതികൾ ഒരു മനസാക്ഷി വിരുദ്ധമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏത് മാറി വന്ന് ഇന്ന സർക്കാരെന്ന് ഞാൻ പറയണില്ല, മാറി വരുന്നത്. ഇപ്പം ഒരു പ്രതിപക്ഷം ഒരു കാര്യം പറയുമ്പോൾ അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പം അവർ പറയുമ്പോൾ നമ്മൾ ഇത്രയും കണ്ട് പറിച്ചു കയറേണ്ട കാര്യവും അങ്ങനെ ഇല്ല. അതുപോലെ തന്നെയാണ് ഈ മീഡിയയിലും വരണത്. മീഡിയയിൽ അവരവരുടെ ലൈക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയും അവരുടെ വ്യൂസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയും അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇല്ലെങ്കിൽ ഒരു വിവാദമാകും. ആ സമൂഹം, നമ്മുടെ സമൂഹം അങ്ങനെയാണ്. പക്ഷേ ഒരു പ്രശ്നത്തിൽ നമ്മൾക്ക് ഇപ്പം ഈ മരിച്ചുപോയ സിനിമാടനുണ്ടല്ലോ, അയാളുടെ ചെറിയ വോയിസ് ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അയാൾ അങ്ങനെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞതല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോകോത്തരമായ ഒരു കോട്ടിംഗ് ആണത്. അതായത് ഒരു പക്ഷി ഒരു ഉണക്ക കമ്പിൽ പോയിരിക്കുന്നു, അതിന് പേടിയില്ല. കാര്യം എന്താണ്? അത് ആ കമ്പിലല്ല ആശ്രയിക്കണത്,
അതിൻ്റെ ചിറകിലാണ്. കാര്യം ഒടിഞ്ഞാലും ആ ചിറകിൽ നിൽക്കാതെയാണ്. കൃപാസനത്തിനും വരുന്നത് ഈ വിഷയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇതിൻ്റെ ദൈവാനുഭവത്തിൽ എനിക്ക് വല്ലാത്ത കാര്യം, ഞാൻ കണ്ടതാണല്ല, ഞാൻ കാണാത്തതും കേൾക്കാത്തതും ഒന്നും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. കാണാത്തതും കേൾക്കാത്ത. അപ്പം ഞാൻ തന്നെ ഇരുന്നുകൊണ്ട് കൊച്ചാകണ കാണാം ചില സമയത്ത്. ആൾക്കാരെ വരുമ്പോഴേ രാത്രി ഞാൻ 2 മണിക്ക് വരും, മറാൻ്റെ മുമ്പിൽ വരും. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ദൈവമേ, അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരു സാഹചര്യം ഓർക്കുമ്പോൾ എന്നെ എന്തായിട്ട് കണ്ടിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാര്യം ആ കാലങ്ങളിൽ എന്തോ ഈ ഒരു മെസ്സേജ്, ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് അമ്മയ്ക്ക് വേണമെങ്കിൽ ജോൺ പോളിന് കൊടുക്കാമായിരുന്നു. മനസ്സിലായോ? കാര്യം എന്നാൽ കുറച്ച് വൈഡ് സ്പ്രെഡായി പോയതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, എന്നോട് എന്തിനാ അത് പറഞ്ഞത്, ഞാൻ ഈ പാവപ്പെട്ടവൻ എന്ത് ചെയ്യാനാ? മനസ്സിലായേ? കാര്യം ഇപ്പോൾ അപ്പം ദൈവം അത്രയും എന്നെ ഇതിന് ഉപകരണമാക്കുന്നുണ്ട്. മനസ്സിലായി. ഇതെനിക്ക് കിട്ടിയ കോൺഫിഡൻസ് വല്ലാത്തതാണ്. അത് കാരണം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞാൻ അത് നീ ചിറക് കർത്താവ് തന്ന ചിറകാണ്, ഇത് ഒരു കൊമ്പിനെ ആശ്രയിച്ചല്ലേ ഇരിക്കണം. അതുകൊണ്ട് ആർക്കും നടത്താൻ ദൈവം നോക്കിക്കൊള്ളല്ല. എന്നാൽ പോലും പറയുന്ന സമയത്ത് അച്ഛന് അതിനകത്ത് ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പോലും വളരെ ശാന്തതയോടുകൂടി തന്നെ ചിരിച്ചുകൊണ്ട്, ഞാൻ ചില ഇന്റർവ്യൂസൊക്കെ കാണുമ്പോൾ ഈ മനുഷ്യർ ഇതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റണം, അത് വളരെ ശാന്തമാണ്. അപ്പം പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന അവരെല്ലാം സത്യം അറിഞ്ഞു കഴിഞ്ഞ് ബോധ്യപ്പെട്ട് വരുമ്പോഴേക്കും അവർ കൂടുതൽ ദൈവത്തോട് അടുക്കുകയാണ് ആ മനുഷ്യരെല്ലാം. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരെല്ലാവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളതായിട്ട് അറിയാമല്ല. അപ്പം ഇങ്ങനെ ഈ പുതിയ തലമുറ ഇങ്ങനെയുള്ള വിശ്വാസത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? പുതുതലമുറ നമ്മുടെ എൻ്റെ പുസ്തകത്തിൽ തരുമ്പെങ്കിലും വിശ്വാസമുള്ള കുടുംബങ്ങളിൽ നിന്ന് ദൈവം അവരാരെയും മിസ് ചെയ്യുന്നില്ല. ദൈവത്തിന് ദൈവത്തിന് അവരെ ഒന്നും മിസ് ചെയ്യണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വെച്ചാൽ അവരെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഉടമ്പടിയിലേക്ക് വരും. ഇപ്പോൾ ഉടമ്പടി വരുന്നത് ഞാൻ അത് നോക്കിയിട്ട് 65 വയസ്സല്ലേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ വരുന്നതിൻ്റെ അകത്ത് വെച്ചാൽ ഒരു 40% ഒരു 35 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് വരുന്നത്. അവർ വരണതാ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് അറിയാം. അതുകൊണ്ട് അച്ഛൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കലായിട്ടാണ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത്. അല്ലാതെ അവർ പറഞ്ഞത് കേട്ടിട്ട് ഇവർ പറഞ്ഞത് കേട്ടിട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വരുന്നത് ചില ചേച്ചിമാരങ്ങനെ വരുന്നുണ്ട്. അവർക്ക് കുറേ പറയുന്നുണ്ട് പാവത്തിങ്ങനെ, അവർക്ക് അത്രേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ യുവജനങ്ങൾക്ക് അച്ഛൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സന്ദേശം എന്താണ്? യുവജനങ്ങളെ അതായത് എനിക്ക് പറയാനുള്ളത് ടൈം വേസ്റ്റ് ചെയ്യരുത്. കാര്യം ഇപ്പം നമ്മളിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ് കർത്താവിനെ അറിഞ്ഞെന്ന് വിചാരിച്ചോ, പക്ഷേ 50 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്കുള്ള വിജയം എന്താണെന്ന് വെച്ചാൽ 9ാം ക്ലാസ്സിൽ വെച്ച് മാത്രമേ എനിക്ക് ഒരു ദൈവത്തിൽ നിന്നൊരു അകൽച്ച വന്നിട്ടുള്ളൂ. അവിടെ ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നത്. അതൊക്കെ ഇപ്പോഴാണ് ഞാൻ പറയണത്, അങ്ങനെ പണ്ടവല്ലോ അറിയാം. അപ്പോൾ 9ാം ക്ലാസ് വെച്ച് മാത്രമേ പ്രാർത്ഥനയ്ക്ക് ചെറിയ മാന്യം വന്നിട്ടുള്ളൂ. കാര്യം ഞാൻ കുഞ്ഞുനാൾ തന്നെ എല്ലാ വീടുകളിലും നടന്ന് മണക്കവാസം വായിച്ചു കൊടുത്തിരുന്ന ആളാണ്. അപ്പോൾ 6ാം ക്ലാസ് തൊട്ട് ചെയ്യുമായിരുന്നു പരിപാടി. പിന്നെ 5 മണിക്ക് രാവിലെ 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററാണ് പള്ളിയിൽ പോകാൻ. ഏത് മഴയത്തും പള്ളിയിൽ പോകുമായിരുന്നു. എപ്പോഴും പോകത്തില്ല, എന്നാലും എനിക്ക് നല്ല പോയ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ നല്ല ഉടുപ്പെല്ലാം കുതിർന്ന് അകത്ത് വരെ പൊരിഞ്ഞ് നമ്മൾ ഇങ്ങനെ വിറച്ച് തുള്ളിയാണ് കുർബാനക്ക് പോയി നിൽക്കണത്. കാര്യം കടപ്പുറത്തൂടി പോകുമ്പോൾ കടലിൽ നിന്ന് കാറ്റടിക്കുമല്ല, നല്ല മഴയാണെങ്കിൽ ഒന്നിഴ. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവുമായിട്ട് ജീവിച്ച് സെമിനാരിൽ പോകുമ്പോഴും ആണെങ്കിലും രാത്രി 2 മണിക്ക് എഴുന്നേറ്റിരുന്ന് മൈനസ്മാർ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു 2 മണിക്ക്. അപ്പോൾ ആ പ്രാർത്ഥന അപ്പോൾ എന്താ നമുക്ക് കിട്ടിയ ഗുണമെന്ന് പറയുന്നത്, എൻ്റെ ടൈം മിസ്സായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ പോയിൻ്റ്. ഈ യുവാക്കന്മാർ ഇപ്പം അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞത് ഇപ്പം ദൈവത്തിലേക്ക് വരാതിരിക്കുകയാണ് എൻ്റെ കാരണം, അടിച്ചു പൊളിക്കാനാണ്. പക്ഷേ ഈ അടിച്ചു പൊളിക്കേണ്ട മണ്ടത്തരങ്ങൾ ഇവർക്ക് 50 വയസ്സാകുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അടിച്ചു പൊളിക്കാനൊന്നും ഇവിടെ ഒന്നുമില്ല,
എല്ലാം പറ്റിപ്പ പ്രസ്ഥാനമാണെന്ന്. ഇപ്പം ഈ ദിവസങ്ങളിൽ ശ്രീനിവാസൻ മരിച്ചപ്പോൾ എത്ര പേരാണ് പുകവലിയുടെ ആഘാതത്തിൽ, എത്ര പേരാണ് ഇപ്പം മരിക്കാൻ ഇരിക്കണേ? ഇനി ഇത് തന്നെയല്ലേ MDMA ആയാലും എന്ത് സംഭവമായാലും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കുറേ ആൾക്കാർ അവരുടെ ലൈഫ് സ്പോയിലായി പോകും. അതുകൊണ്ടാണ് ബൈജനം പറയണത്, നീ ചെറുപ്പമായിരിക്കാൻ തന്നെ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ടൈമാണല്ലോ അച്ഛാ ഗ്രേസ്. ഇപ്പം ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ടൈം ഈസ് ഗ്രേസ്. ഇപ്പം ടൈം മിസ്സായി കഴിഞ്ഞാൽ മിസ്സായതാണ്. അതാണ് വിഷയം. എനിക്ക് യുവജനങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഇതാണ്, ഒരു ദിവസമെങ്കിലും ദൈവത്തോടു കൂടി അല്ലാതെ ജീവിച്ചാൽ ദാറ്റ് ഡേ ഈസ് ഗോൺ, നെവർ കം അഗെയിൻ. അതുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യരുതായിരിക്കണം. എത്രയും വേഗം കർത്താവിലേക്ക് വരിക. ഈ കൃപാസനത്തിൻ്റെ ഭാവി ദർശനം എന്തായിരിക്കും എന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്? അച്ഛാ, ഭാവിയെക്കുറിച്ച് എനിക്ക് നല്ല ഉൾക്കാഴ്ചകളുണ്ട്. ആ രണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാനായിട്ടൊന്നും സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം സൃഷ്ടിച്ചത് അമ്മയാണ്. കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ടില്ല, എല്ലാം സൃഷ്ടിച്ചത്. പിന്നെ എനിക്കാണ് ഈശോയോട് പൊരിഞ്ഞ സ്നേഹമായത് കാരണം ആദ്യമേ എന്നെ മിഷണറി ആക്കി. കടലോരം മുഴുവൻ അലഞ്ഞു നടന്നതും, ഈ കൊച്ചി മുതൽ പുന്നപ്പുറ വരെ 60 ദിവസം ഞാൻ മിനി കൺവെൻഷൻ നടത്തിയിട്ടാണ് കാറ്റാടി കൺവെൻഷൻ നടത്തിയത്. അപ്പോൾ അതിലേക്ക് ആസ്തി നല്ലവണ്ണം ദൈവസന്നിധിയിലുണ്ട്. അപ്പോൾ അതെല്ലാം കൃപാസനത്തിൻ്റെ ആത്മീയ ആസ്തികളാണ്. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുക ഒരിക്കലും. പിന്നെ ഞാൻ എപ്പോഴും ഓർത്തത്, ഞാൻ മിഷണറി ആയിട്ട് പോകാനിരുന്ന ആളാണ്. ആദ്യം IMSC പോയി ചേർന്ന്, അപ്പോൾ അവരുടെ ഒരു ഇതിൽ ചേർന്ന് അവരുടെ ഒരു ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് മാറ്റി. പിന്നെ ഞാൻ കോഴിക്കോട് രൂപതയിൽ പോയി. അവിടെ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഈ ക്ലാരൻസ് അച്ഛനൊക്കെ എൻ്റെ കൂടെ പോയ ആളാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ക്ലാരൻസ് അച്ഛൻ ഞാൻ ഒരുമിച്ചാണ് ഇൻ്റർവ്യൂ വന്നത് കോഴിക്കോടത്ത്. അച്ഛനെ എടുത്ത് എന്നെ ഔട്ടാക്കിയതിൻ്റെ കാര്യം, അപ്പോൾ എൻ്റെ അമ്മാവനച്ഛനുണ്ട്. അപ്പോൾ നിന്നോട് എന്ത് ചോദിച്ചാ മാഷപ്പാലി, നിന്നോട് എന്താ ചോദിച്ചത്? ഞാൻ പിന്നെ അപ്പം എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ നീ എന്ത് പറഞ്ഞ്? ഞാൻ പറഞ്ഞ് കരളിൻ്റെ അസുഖമായിട്ട് മരിച്ചു. അപ്പം വെള്ളമടിക്കാരനായിരിക്കും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആളെ എടുക്കാൻ ചെന്ന് ഉള്ള രീതിയിൽ അവസാനം വന്ന് ഞാൻ ഡയസിൽ ചേർന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായത്, ഡയസിസിൽ ഒരു മിഷണറിയായിട്ട് ജീവിക്കാൻ പറ്റും. ഡയസിഷൻ വേറെ, മിഷണറി വേറെ എന്ന് പറഞ്ഞാൽ കമ്പാർട്ട്മെൻ്റ് ഇല്ല. കർത്താവ് വിചാരിച്ച ഡയസിനൊരു മിഷണറി. അപ്പോൾ ഡയസിസ് എല്ലാം മിഷണറിമാരായിരിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിതാവിനോട് എപ്പോഴും, നമ്മുടെ ജോസ് പിതാവ് പറയുവേ, ഡയസിഷൻ മിഷനാണ് കേട്ടോ ഇതെന്ന് പറയും. അപ്പോൾ പിതാവ് ഒരു ഇതൊരു റിലീജിയസ് ചില സമയത്തെങ്കിലും ഇതൊരു ഡയസിഷൻ കാരിസം ആണോ എന്ന് പിതാവെല്ലാം ഇങ്ങനെ സിസ്റ്റമായിട്ട് നോക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പിതാവ് ഇത് ഡയസിഷൻ മിഷനാണ്, ഡയസിസാണ് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് നല്ല ബോധ്യമാണ് വെച്ചാൽ ആരെങ്കിലും ദൈവം ചാർജ് ചെയ്യും. അതെ. അത് ജോമോൾ സിസ്റ്റർ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ, അവർ ഒരു നിമിഷം ഞാൻ അവരോട് ഈ വിഷയങ്ങളൊക്കെ ഇടയ്ക്ക് സംസാരിച്ച സമയത്ത് അവരാ പറഞ്ഞത് നമുക്കിത് ബുക്കാക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ പിന്നെ ഞാൻ അവരന്ന് സിക്കായിരുന്നു ഭയങ്കര. അത് നല്ല കൃപയുടെ കാലമായിരുന്നു. അപ്പോൾ നല്ല ശരിക്കും അവർ 60 ജവന്മാരെയൊക്കെ ഒറ്റ സ്ട്രെച്ച് ചെല്ലുന്ന ആളാണ് ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ലേഡി കറക്റ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇവരോട് ഫോണിൽ എൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അവരതിരുന്ന് എഴുതി ആ ഒരു നല്ല കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു തീർന്നപ്പോൾ എഴുതി തീർന്ന് അത്രയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് തീർന്നു, എൻ്റെ കോപ്പി ദൈവൻ്റെ കോപ്പികളെല്ലാം തീർന്നു. രണ്ടാം ഭാഗം വരും. ഒത്തിരി അനുഭവങ്ങൾ ഇനിയും അതിനുശേഷം അനുഭവങ്ങൾ അതൊക്കെ ഒന്ന് പകർത്തുന്നല്ലേ, കാരണം ഇനി വരും തലമുറയ്ക്ക് അതൊരു വലിയൊരു മുതൽ. ഉടമ്പടിയെ കുറിച്ചൊക്കെ ഒന്നും അതിൻ്റെ തദ്യയില്ല, ചെറുതായിട്ടൊക്കെ ഒത്തിരി സമയം നമ്മളിനി അവസാനിപ്പിക്കുന്ന ലാസ്റ്റ് ചോദ്യം എന്ന് ചോദിക്കുക, ഇന്ന് ഈ അഭിമുഖം കേൾക്കുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും?
അത് എനിക്ക് സത്യസന്ധമായിട്ട് ദൈവത്തിന് തോന്നണം. അച്ഛാ, നമ്മുടെ ഒരു നിലപാടുകളും നയങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഒരു ഡ്യൂപ്ലിസിറ്റി തോന്നരുത്. അതൊരു സീരിയസ്. പിന്നെ ദൈവത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ദൈവത്തിന് തോന്നരുത്. ദൈവമാണ് അച്ഛാ വിഷയം, മനുഷ്യനല്ല വിഷയം. അതായത് ദൈവത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ദൈവത്തിന് തോന്നരുത്. പിന്നെ ഈ ജീവിതത്തിനകത്ത് ഡ്യൂപ്ലിസിറ്റി ഉണ്ടെന്നും ദൈവത്തിന് തോന്നരുത്. അങ്ങനെ തോന്നാതിരുന്ന ദൈവം അവനെ എടുത്തുയർത്തും. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി എടുത്തുയർത്തും. അപ്പം അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൻ്റെ അന്തസത്ത ഇതിനെ തന്നെ ഏറെക്കുറവുണ്ട് സംഭവം. അപ്പം അത് ഈ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അറിയാതെ ദൈവത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയും. അതായത് thou shall not have other gods എന്ന് പറഞ്ഞിട്ടില്ലേ? അത് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുമെന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുന്നത് കൂടി അതിന് അർത്ഥമുണ്ട്. കാര്യം ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ നിലപാട്, നയം, നമ്മുടെ ഊന്നൽ, ചിലപ്പോൾ വ്യക്തികൾക്ക്, ചിലപ്പോൾ പറമ്പിന്, പാർട്ടിക്ക്, സ്വർണത്തിന്, ജോലിക്ക്, ഇങ്ങനെ ഓരോ വിഷയത്തിൽ നമ്മുടെ ഓരോ കമ്മിറ്റ്മെൻറ്റിനും ദൈവത്തിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അറിഞ്ഞില്ലേ? അറിഞ്ഞോ അറിയാതെയോ? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈബിള് കോംപ്രമൈസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഡ്യൂപ്ലിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ അനുസരിച്ച് കൊണ്ട് ദൈവത്തോടുള്ള റിലേഷനിൽ ഏറ്റക്കുറച്ചിലുണ്ടായിക്കൊണ്ടിരിക്കും. അത് ഡ്യൂപ്ലിസിറ്റിയാണ്. അപ്പം അത് ഈ സാധനം ഒഴിവാക്കിയാൽ ആത്മജീവിതം ഈസി ആയിട്ട് വരും. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം 1 മണിക്കൂറോളം അച്ഛൻ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഇതൊരു സംസാരത്തെക്കാളുപരി ഒരു ധ്യാനം പോലെ അനുഭവപ്പെട്ടത്. കാരണം നമ്മൾ ദൈവത്തിലേക്ക് പിടിച്ചു നടത്തുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയത്. ഇത്രയും നേരം ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം സംസാരിക്കാൻ മനസ്സ് കാണിച്ച ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മിൽട്ടൻ എൻ്റെ വളരെ ആത്മസുഹൃത്തുക്കളിൽ ഒരാളാണ്. പക്ഷേ മിൽട്ടൻ ഇപ്പോൾ വളരെ ഉയരത്തിലാണ്. കാരണം മിൽട്ടനെ കൊണ്ട് ഞാൻ കാണുന്നത് ഒരു 10-12 കൊല്ലം മുമ്പ് അച്ഛൻ ഇരുന്നൊരു ഇടവക വെട്ടക്കിൽ ചുമ്മാ അച്ഛനെ കാണാൻ വെറുതെ കയറി ചെന്നതാണ്. ചെന്നപ്പോൾ അച്ഛൻ്റെ കമ്പ്യൂട്ടറിൽ എന്തോ ചെറിയ പ്രോഗ്രാം ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരൊറ്റ പറച്ചതിന് ശേഷം പിന്നീട് കാണുന്നത് അച്ഛൻ്റെ വളർച്ചയാണ്. പിന്നെ അച്ഛൻ മീഡിയ പഠിച്ചു. മീഡിയയിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തു. ആ മാസ്റ്റർ ഡിഗ്രിക്ക് പിന്നെ റാങ്ക് കിട്ടി. ഇന്ന് അച്ഛൻ KCBCയുടെ മീഡിയ സെക്രട്ടറിയാണ്. കേരളത്തിലെ സഭയുടെ ഏറ്റവും തലപ്പത്ത് മാധ്യമം കൈകാര്യം ചെയ്യുന്നതാണ്. അച്ഛൻ എൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് അതുവഴി 10 പേരെങ്കിൽ 10 പേര്, 100 പേരെങ്കിൽ 100 പേര് കർത്താവിനെക്കുറിച്ച് കൂടുതൽ കേൾക്കുവാൻ ഒരു അവസരമല്ലേ. പ്രത്യേകിച്ച് KCBC നല്ലൊരു മീഡിയ സെക്രട്ടറി ആയിട്ട് അച്ഛൻ പരിശോഭിക്കുമെന്ന് എനിക്കറിയാം. കാര്യം അച്ഛൻ്റെ ഹാർഡ് വർക്കാണ് എൻ്റെ മെയിൻ കാരണം. അതായത് കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ ഒത്തുതീർപ്പിന് വിധേയമാകാത്ത ദൈവികമായ ലക്ഷ്യങ്ങളോടുകൂടി സഞ്ചരിക്കുന്ന ഒരാളാണ്. അച്ഛൻ്റെ എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു.